സ്റ്റാർ ജാമിൽ ഇന്ന് ഐ എം ഹൈലി പ്രിവിലേജ്ഡ്. കാരണം ഇന്ന് എന്റെ കൂടെ ഉള്ളത് കേരളം ഏറ്റവും കൂടുതൽ അഭിമാനിച്ചിട്ടുള്ള ഒരു പേരിന് ഉടമയാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ വായിച്ചിട്ടുള്ള ഒരു പത്ര തലക്കെട്ടിന്റെ അവകാശിയാണ്. ലോകം മുഴുവനും കരവഴിയല്ല കടൽ വഴി ചുറ്റിയ ഒരു സെയിലർ. ഹി ഈസ് അഭിലാഷ് ടോമി. ഹായ്, ഞാനാണ് അഭിലാഷ് ടോമി. ഒറ്റയ്ക്ക് ഒരു പൈവഞ്ചി കപ്പലിൽ ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിക്കറങ്ങി വന്നു. സ്റ്റാർ. Well, I'm not a star, I'm a boat. അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു, അസൂയ തോന്നുന്നു. I don't know what to say. Well, you can feel all that because എൻ്റെ ലൈഫിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു സ്പ്രെഡ് ജെലസി ആൻഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് അഹങ്കാരല്ലേ? ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, എന്തിനാ ഇത് ചെയ്തത്? ഞാൻ 2ാം ക്ലാസ്സിലായിരുന്നപ്പം ദൂരദർശനിൽ ഒരു ഡോക്യുമെന്ററി കണ്ടു. അതിൽ തൃഷ്ണ എന്ന് പറഞ്ഞൊരു ബോട്ട് ആർമിയുടെ ഓഫീസേഴ്സ് ലോകം മുഴുവൻ സെയിൽ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഇമേജസ് എന്റെ മനസ്സിൽ പതിഞ്ഞു നിന്ന്. വലുതായപ്പം എനിക്ക് 12th സ്റ്റാൻഡേർഡ് ക്ലിയർ ചെയ്തപ്പം എഞ്ചിനീയറിംഗ് മെഡിസിൻ സീറ്റ്സ് എല്ലാം കിട്ടി. പക്ഷേ ഞാൻ നേവി ജോയിൻ ചെയ്തു ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി അറ്റ് സീ. പിന്നെ സെയിലിംഗ് എൻ്റെ ഒരു ഹോബിയായി മാറി. എനിക്ക് ഓഫ് ഷോർ ബോട്ട്സ് സെയിൽ ചെയ്യാനായിട്ട് ചാൻസ് കിട്ടി. ലോകം മുഴുവനും ചുറ്റിക്കറങ്ങി. എന്ത് പഠിച്ചു? ഞാൻ പഠിച്ചതെന്നു വെച്ചാൽ യു ക്യാൻ ലിവ് യുവർ ലൈഫ് വിത്ത് മച്ച് ലെസ്. ഐ ക്യാൻ ബി വെരി ഹാപ്പി. AC, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ ഇതൊന്നും ഉപയോഗിക്കാതെ ഐ ക്യാൻ ലീഡ് എ വെരി ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ലൈഫ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. AC, TV, ഫ്രിഡ്ജ് ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പഠിച്ചു. ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പഠിച്ചു. ഈ കേരളത്തിലെ ഈ ചൂടിൽ ഞാൻ ഫാൻ ഉപയോഗിക്കാതെയാണ് ജീവിക്കുന്നത് ഇപ്പം. ആ വോയേജ് ഒരു സെയിലറിന്റെ ലൈഫ് മാറ്റി. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ആ ബോഡി ഈസ് കേപ്പബിൾ ഓഫ് ടോളറേറ്റിംഗ് മച്ച് മോർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കുകയാണെങ്കിൽ വി ക്യാൻ ലീഡ് എ മച്ച് മോർ ഫുൾഫില്ലിംഗ് ലൈഫ്. ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. ഐ എം ഗോണ സ്റ്റാർട്ട് ദ ഷോ. ഈ ഷോയിൽ എനിക്ക് തോന്നുന്ന ക്രേസി ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും ഞാൻ ചോദിക്കും. വാട്ട് യു തിങ്ക്? പ്ലീസ് ഗോ അഹെഡ്, ആസ്ക് മീ. എല്ലാ സംശയങ്ങളും ചോദിച്ചോളൂ. സോ ഇത് ക്ലബ് FM ൽ എന്റെ കൂടെ ഉണ്ട്. ഹായ്, ഐ ആം അഭിലാഷ് ടോമി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ലോകം മുഴുവനും ഒരു പായ്ക്കപ്പലിൽ ചുറ്റിയ മലയാളി ഇന്ന് എന്റെ കൂടെ സ്റ്റാർ ജാമിലുണ്ട്. ഹായ്, ദിസ് ഇസ് അഭിലാഷ് ടോമി ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. അഭിലാഷ് ടോമി, വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു. ആരാണ് അഭിലാഷ് ടോമി? ഹു ആർ യു? ഐ ഡോണ്ട് നോ ഹൗ ടു ആൻസർ ദാറ്റ്. ഞാൻ നേവിയിലെ ഒരു ഓഫീസറാണ്. റെക്കോണസൻസ് പൈലറ്റ് ആയിട്ട് ജോലി ചെയ്യുക. അപ്പൊ ആ ജോലി എന്താ? ജോലി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും 1-2 പ്രാവശ്യം പ്ലെയിനിൽ ടേക്ക് ഓഫ് ചെയ്യുക. പിന്നെ നേവി തരുന്ന മിഷൻ എന്നാണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് തിരിച്ചു വരിക. മിഷനിൽ യു ക്യാൻ ഹാവ് ഗോ ലുക്ക് ഫോർ ദാറ്റ് യൂണിറ്റ്. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. സസ്പെക്റ്റഡ് മെർച്ചന്റ് വെസൽസ് ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ചിലപ്പം സെർച്ച് ആൻഡ് റെസ്ക്യൂ ആയിരിക്കും. ബട്ട് ഫ്രം ദെയർ പെട്ടെന്ന് ഒരു ദിവസം ലോകം ചുറ്റാൻ തീരുമാനിച്ചു. ഇത് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത ഡിസിഷൻ അല്ലായിരുന്നു. ഞാൻ നേവി ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് സെയിലിംഗിൽ കുറേ ഇൻട്രസ്റ്റ് കാണിക്കുമായിരുന്നു. നേവൽ അക്കാഡമി സെയിലിംഗ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അഡ്വഞ്ചർ ഇസ് സംതിങ് ദാറ്റ് ഇസ് എൻകറേജ് ഇൻ ദ നേവി. അപ്പം എൻ്റെ ഈ അഡ്വഞ്ചറസ് സ്ട്രീക്ക് കാരണം കമാൻഡർ ദോണ്ടെ എന്ന് പറഞ്ഞ ഒരു നേവൽ ഓഫീസർ ഒറ്റയ്ക്ക് ലോകം ചുറ്റിക്കറങ്ങിയായിരുന്നു 2009-2010. ബട്ട് കമാൻഡർ ദോണ്ടെ 4 ഇടത്ത് നിർത്തിയായിരുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഫോക്ലൻഡ് ആൻഡ് കേപ്പ് ടൗൺ. പോകുന്ന വഴിക്ക് 4 ഇടത്ത് നിർത്തിയായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കമാൻഡർ ദോണ്ടയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. ഇത് ഈ സാഗർ പരിക്രമ 1 എന്ന് പറഞ്ഞ പ്രൊജക്ട് ഒരു സക്സസ് ആണെന്ന് കണ്ടപ്പം നേവി ഡിസൈഡഡ് ടു ഡു സംതിങ് ബിഗർ. അപ്പം ദേ ഡിസൈഡഡ് വിൽ റേസ് ദ ബാർ, വിൽ ഡു 1 more circumnavigation, ബട്ട് ഈ പ്രാവശ്യം there will be no stops and this guy cannot take anybody's help and that is the biggest adventure. സർക്കസ് ആയിരുന്നു. അപ്പോൾ മരണക്കിണറിൽ വണ്ടി ഓടിക്കണം, ആരുടെ ഹെൽപ്പ് ചോദിക്കരുത്. കറക്റ്റ്, ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പം നേവി വോളണ്ടിയേഴ്സിനെ നോക്കിയപ്പോഴത്തേക്ക് they found that there's only one guy who knows something about the boat. അപ്പോൾ എന്നോട് ചോദിച്ചു, can you do it? I said yeah, I'll do it. And it started from there. That's how it happened. So that's Abhilash Tomi and Shan with you on Club FM Star Jam. Ton കണക്കിന് ഫൺ. അഭിലാഷ് ടോമി എന്നൊരു യങ്സ്റ്ററിന്റെ കൂടെ, അഭിലാഷ് ടോമി എന്ന സെയിലറിന്റെ കൂടെ, അഭിലാഷ് ടോമി എന്ന സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് ഇന്ന് സ്റ്റാർ ജാം. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. താങ്ക് യു. So tell me, സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു, ലോകം മുഴുവൻ ചുറ്റാൻ തീരുമാനിച്ചു. How did you do it? ആദ്യം they had to train me. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കമാൻഡർ ദോണ്ടയുടെ കൂടെ ഗോവയിൽ നിന്ന് ബ്രാസീൽ വരെ സെയിൽ ചെയ്തു. ബ്രാസീലിൽ കമാൻഡർ ദോണ്ടെ ബോട്ട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തു. പിന്നെ കേപ്പ് ടൗണിൽ നിന്ന് ഗോവ വരെ ഒറ്റയ്ക്ക് സെയിൽ ചെയ്തു വന്നു. 1 November 2000. അതായത് ഇതിനു മുമ്പ് ലോകം മുഴുവനും ചുറ്റിയിട്ടുള്ള കമാൻഡർ ദോണ്ടയുടെ പായക്കപ്പൽ കുറച്ച് ദൂരം ഓടിച്ചത് അഭിലാഷാണ്. കറക്റ്റ്. കമാൻഡർ ദോണ്ടയുടെ വോയേജ് കഴിഞ്ഞപ്പം എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കമാൻഡർ ദോണ്ടെ എന്നെ കൂടെ കൊണ്ടുപോയി. കേപ്പ് ടൗണിൽ എത്തിയിട്ട് എൻ്റെ ആ ക്രൂ ഇറങ്ങി. കേപ്പ് ടൗണിൽ ഞാൻ ഗോവ വരെ ഒറ്റയ്ക്ക് ഈ ബോട്ട് സെയിൽ ചെയ്തുകൊണ്ട് വന്നു. എത്ര നേരം എടുക്കും അവിടുന്ന് ഇവിടെ എത്താൻ? കേപ്പ് ടൗണിൽ നിന്ന് ഏതുവരെയാണ്? ഗോവ. കേപ്പ് ടൗണിൽ നിന്ന് ഗോവ വരെ എത്താൻ എനിക്ക് 33 ദിവസം എടുത്തു. അതായിരുന്നു ആദ്യത്തെ പ്രാക്ടീസ്. റെക്കോർഡിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു സെയിൽ തുടങ്ങിയത്? അല്ല. Then why did you do it? I liked it. കേപ്പ് ടൗണിൽ നിന്ന് ഗോവയ്ക്ക് വന്ന ആ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. I was there at sea for 33 days alone.
ആൻഡ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. സോ ഐ വാസ് വെരി ഹാപ്പി ടു ഡു ദിസ്. അപ്പം 1 November 2012 കേരള ഫൗണ്ടേഷൻ ഡേക്ക് ഞാൻ നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേഷൻ ഇറങ്ങി ആ ദിവസം കേരള കോസ്റ്റ് ക്രോസ് ചെയ്ത് ഇറങ്ങി അന്ന് തന്നെ ഒരു സൈക്ലോൺ വന്ന്. അയ്യോ, സൈക്ലോണിൽ പെട്ടുപോയ അഭിലാഷ് ടോമിയുടെ കഥ കേൾക്കാനായിട്ട് ഓൾ യു ഗോട്ട് ടു ഡു സ്റ്റേ ട്യൂൺ ടു സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. 2012 November 1 കേരളത്തിന്റെ പിറവി ആഘോഷിക്കുന്ന ദിവസം ഒരാൾ കേരളത്തിൽ നിന്നും ഒരു പായക്കപ്പലിൽ ലോകം മുഴുവൻ ചുറ്റാൻ ഇറങ്ങി. അദ്ദേഹത്തിന്റെ പേരാണ് അഭിലാഷ് ടോമി. വെൽക്കം ബാക്ക്. താങ്ക് യു. ആദ്യത്തെ ദിവസം തന്നെ പായക്കപ്പലെടുത്ത് ഇറങ്ങിയപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു കൊടുങ്കാറ്റ് വന്നു. യെസ്, അതിന്റെ പേരായിരുന്നു സൈക്ലോൺ നീലം. യു മീൻ കല്ലിക്കാട്ട് നീലം? ഓൾമോസ്റ്റ്. എങ്ങനെയായിരുന്നു? അതായത് നടുക്കടലിൽ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ, സൈക്ലോൺ അടിക്കുമ്പോൾ എന്താ സ്ഥിതി? ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അറേബ്യൻ സീയിൽ സാധാരണ കാറ്റില്ലാത്ത ഒരു സ്ഥലം അത്. അതും നവംബറിൽ സീസൺ ചേഞ്ച് ആവുന്ന സമയം. അപ്പോൾ കാറ്റ് കുറെ കണ്ടപ്പോൾ എനിക്ക് കുറെ സന്തോഷം ഉണ്ടായി. കുറെ സ്പീഡ് കിട്ടി ബോട്ടിന്. 3-4 ദിവസത്തിനകത്ത് ഞാൻ ബോംബെയിൽ നിന്ന് കൊച്ചി വരെ എത്തി. ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ കൊടുങ്കാറ്റിൽ പായക്കപ്പൽ ആടി ഉലയാനും മുങ്ങാനൊന്നും പോയില്ലേ? അതൊക്കെ നടന്നു. ദാറ്റ്സ് എ ചലഞ്ച്. സെയിലിംഗ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി ഇന്റലിജന്റ്. കാറ്റ് കൂടുമ്പം ഞങ്ങൾ സെയിലിന്റെ ഏരിയ കുറയ്ക്കും. പിന്നെ വേവ്സിന്റെ ആംഗിളിന്റെ കൂടെ ബോട്ടിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ബോട്ടിനകത്ത് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുക ബോട്ടിനെ ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ കുറെ ഒക്കെ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തീറ്റ സാധനങ്ങൾ എടുത്ത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. തീറ്റ സാധനത്തിന് അധികം വെയിറ്റ് ഇല്ല. ഈ സെയിലൊക്കെ ഉണ്ട്. സെയിലുണ്ട്, വെള്ളമുണ്ട്, ഡീസലുണ്ട്. അതൊക്കെ സെയിൽ ഒരു സൈഡിലാണെങ്കിൽ മറ്റേ സൈഡിലോട്ട് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്യണം. ആദ്യത്തെ ദിവസം തന്നെ കൊടുങ്കാറ്റിൽ പെട്ടു. പക്ഷേ കേപ്പ് ടൗണിൽ നിന്ന് ഗോവ വരെ സെയിൽ ചെയ്തപ്പോൾ ഇങ്ങനത്തെ കുറെ കൊടുങ്കാറ്റ് കണ്ടായിരുന്നു. അത് കാരണം അതൊരു ഇറ്റ് വാസ് നോട്ട് എ വെരി ന്യൂ ആൻഡ് ചലഞ്ചിങ് എക്സ്പീരിയൻസ്. വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി കൊടുങ്കാറ്റ് അല്ലാണ്ട് പിന്നെ എന്തൊക്കെ കണ്ടുകൂട്ടി? കൊടുങ്കാറ്റായിരുന്നു ആദ്യത്തെ പ്രോബ്ലം. പക്ഷെ അതിലും വലിയൊരു പ്രോബ്ലം വന്ന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ കാറ്റ് നിന്നുപോയി. പായക്ക് ഒരു ഗുണമില്ല. പായ വിരിച്ച് കിടന്നുറങ്ങാനേ പറ്റുള്ളൂ. അപ്പം കാറ്റില്ലാത്തപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ സെയിൽ ഇങ്ങനെ റിഗ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫ്ലാപ്പ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് അത് കീറിപ്പോവും. അപ്പം കാറ്റില്ലാത്തപ്പം സെയിലെല്ലാം ഇങ്ങനെ ഊരണം. പിന്നെ കുറച്ചൊരു 5 knots 10 kilometer സ്പീഡിൽ കാറ്റ് വന്നാൽ ഇതെല്ലാം ഹോയിസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു സെയിലിന്റെ സൈസ് 2500 square feet. ഇത് നമ്മൾ സാധാരണ താമസിക്കുന്ന വീടിന്റെ 2-3 ഇരട്ടിയാണ് ഒരു സെയിലിന്റെ സൈസ്. ഒരു 100 കിലോ വെയിറ്റ് ഉണ്ട്. ഈ 100 കിലോ വെയിറ്റ് 25 മീറ്റർ നമ്മൾ 7 നില ഒരു 7 story ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. 7 നില നമ്മൾ കൈകൊണ്ട് തന്നെ പൊക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധ്വാനം ഉണ്ടായിരുന്നു. നല്ല അധ്വാനം ഉണ്ട്. അത് കാരണമല്ലേ എന്റെ 11 കിലോ കുറഞ്ഞത്. ഇന്ന് സ്റ്റാർ ജാമില് പിന്നെ അഭിലാഷ് ടോമിയിലൂടെ ഞാനും സെയിൽ ചെയ്യാൻ പോവാണ്. ടൺ കണക്കിന് സെയിലിംഗ് സ്റ്റോറീസ് ആൻഡ് ടൺ കണക്കിന് ഫൺ. അഭിലാഷ് ടോമി എന്നുള്ള സെയിലറിനെ കുറച്ച് ഡീപ്പായിട്ട് പരിചയപ്പെടാൻ പോവാണ്. ഞാൻ അഭിലാഷ് ടോമിയുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പോവാണ് ഓൺ സ്റ്റാർ ജാം. ആർ യു റെഡി? Name? Abhilash Tommy. Full name? Lieutenant Commander Abhilash Tommy. Age? 34. Family status? Single. Ready to? No. Why? I'm not ready for such a big adventure. കടലിനെ പേടിയില്ലാത്ത ഒരാൾക്ക് പെണ്ണിനെ പേടിയോ? കടലിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, പെണ്ണിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. But at this age I'm happy to be alone. Well, your attitude statement? Less is more. Less is more. Use as less as you can and make a difference. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുളിക്കൂ. Actually yes. കാരണം വെച്ചാൽ എന്റെ മൊത്തം വോയേജിൽ ഞാൻ ഒരു ദിവസം 1-2 ലിറ്റർ വെള്ളം യൂസ് ചെയ്യത്തുള്ളായിരുന്നു. സീരിയസ്ലി? യെസ്, സീരിയസ്. കാറ്റും മഴയും വരുമ്പോ മനസ്സിൽ എന്താണ് വിചാരിച്ചത്? സന്തോഷം. മഴ വരുമ്പം കുളിക്കുമായിരുന്നു. കാറ്റ് വരുമ്പോ കൊള്ളുമായിരുന്നു. കടലിൽ പോയി എന്തൊക്കെ കൂടെ കൊണ്ടുപോയി? കുറച്ച് തുണി കൊണ്ടുപോയി, കുറെ ആഹാരം കൊണ്ടുപോയി, കുറച്ച് വെള്ളം കൊണ്ടുപോയി, കുറച്ച് ഡീസൽ കൊണ്ടുപോയി. സത്യത്തിൽ എത്ര ടീഷർട്ട് കൊണ്ടുപോയി? 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. എത്ര ജീൻസ് കൊണ്ടുപോയി? 1 എണ്ണം. കടലിൽ ആ ജീൻസ് 250 ദിവസം അലക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ. പോകുന്ന വഴിക്ക് ഇട്ട് തിരിച്ചു വന്നപ്പോഴും ഇട്ടു. അതുവരെ പിന്നെ ബാക്കി ചൂട് കൂടുമ്പോൾ തുണി എടുക്കത്തില്ല. ചൂട് കുറഞ്ഞാൽ തണുപ്പിനുള്ള തുണി എടുക്കുമായിരുന്നു. നടുക്കടലിൽ നഗ്നനായിരുന്നോ? കാണാൻ വേറെ ആരും ഇല്ലായിരുന്നല്ലോ. But seriously, അങ്ങനെയായിരുന്നു. I mean, the expedition. Yes. എന്ന് വെച്ചാൽ that's the kind of freedom you get when you're at sea. നമുക്ക് ആവശ്യമുള്ള പോലെ ജീവിക്കാം. അത് കാരണം എന്റെ ഈ വെള്ളത്തിന്റെ റിക്വയർമെന്റ് കുറഞ്ഞ 2 ലിറ്റർ പെർ ഡേ ആയിരുന്നു. It's an eye opener actually. നടുക്കടലിൽ വസ്ത്രം ഉപേക്ഷിക്കുന്ന ബുദ്ധനായിരുന്നു പിന്നെ അഭിലാഷ് ടോമി. Is that true? Yeah, it was an enlightening experience. It was an enlightening experience. So the sailor, the record holder, മലയാളി എന്റെ കൂടെ ഉണ്ട്, അഭിലാഷ് ടോമി. ടൺ കണക്കിന് ഫൺ. അഭിലാഷ് ടോമി എന്നുള്ള ലെഫ്റ്റനന്റ് കമാൻഡറിന് ഞാൻ ഫയർ ചെയ്യാൻ പോവാണ്. It's AK-47. ആരാണ് ഹീറോ? Everybody is a hero. What makes a man a hero? When he does something
different when he does something right, irrespective of what people think around him. എപ്പോഴാണ് ഒരാൾ സൂപ്പർ ഹീറോ ആയി മാറുന്നത്? ഇപ്പൊ അഭിലാഷ് ടോമി ഇസ് എ സൂപ്പർ ഹീറോ ഓഫ് ദ കൺട്രി. Same thing. When he looks for a challenge that is so big that nobody else can do it. ഡിഫൈൻ അഡ്വഞ്ചർ. Something out of the ordinary. Like? Sailing around the world. ഒറ്റയ്ക്കൊരു 5 കപ്പലിൽ ലോകം ചുറ്റി കറങ്ങുക. ഹൂ ഇസ് എ സെയിലർ? കടലിൽ പോകുന്ന ഒരാൾ. വാട്ട് മേക്സ് ഹിം എ സെയിലർ? ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നയാൾ. ഡിഫൈൻ ബ്രേവറി. എന്താണ് ബ്രേവറി? Standing up. സ്റ്റാൻഡിംഗ് അപ്പ് ഫോർ വാട്ട്? For what you think is right. ഇക്വേറ്റർ, ഈ വാക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സെയിലർ ഇക്വേറ്ററിന് അപ്പുറം ഇപ്പുറം പോകുന്നത് ഒരു വലിയ കാര്യമാണെന്ന്. അങ്ങനെ പോയി അഭിലാഷ് ടോമി. സോ ടെൽ മീ, വാട്ട് ഇസ് ഇക്വേറ്റർ ഫോർ യു? It is a line dividing the north and the south. There is a right side and there is a wrong side. And the right side is the south side. അതെന്താ? അവിടെ കുറെ കടലുണ്ട്. ഈ ഇക്വേറ്ററിന്റെ അറ്റത്തെത്തും അല്ലെങ്കിൽ ഇക്വേറ്ററിന്റെ അപ്പുറം ഇപ്പുറം കാണുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് ഫീലിംഗ്? ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇമാജിനറി ലൈൻ. ഞങ്ങൾ നേരത്തെ ഷിപ്പിൽ ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ പിക്കിംഗ് അപ്പ് ദ ലൈൻ സെറമണി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു കുസൃതിക്ക് ബ്രിഡ്ജിൽ നിന്ന് വല്ലൊരു അനൗൺസ്മെന്റ് ഉണ്ടാക്കുമായിരുന്നു, ഇക്വേറ്റർ ഇപ്പൊ കാണാമെന്ന് പറഞ്ഞു. കുറെ പേര് ഡെക്കിൽ ഓടി വരുമായിരുന്നു ഇക്വേറ്ററിനെ കാണാനായിട്ട്. ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ. അപ്പൊ ഞാൻ ഇക്വേറ്റർ കടന്നു എങ്ങനെ മനസ്സിലായതപ്പോ? GPS-ൽ 0 degree north 0 degree south കാണിക്കും. ഇസ് ദാറ്റ് എ റിയൽ പ്രിവിലേജ്, ഇക്വേറ്റർ എന്നുള്ള വാക്കിന്റെ മുന്നിലെത്തുക? യെസ്, ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ ഗോൾഡൻ ഷെൽ ബാക്സ് എന്നാ പറയുന്നത്. അതായത് ഇറ്റ്സ് എ നെയിം ദാറ്റ് ഈസ് ഗിവൺ ടു പീപ്പിൾ ഹു ക്രോസ് ദി ഇക്വേറ്റർ. ആൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്തതിന് യു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് വിച്ച് ഇസ് സൈൻ ബൈ ദ കമാൻഡിംഗ് ഓഫീസർ. പക്ഷേ ഈ സൈൻസ് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് ലോർഡ് വരുണ. ആൻഡ് ലോർഡ് വരുണ ഹിംസെൽഫ് ഈസ് റിസീവിംഗ് യു ഇൻ ടു ഹിസ് ടെറിട്ടറി. ഓയ്യോ, അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. ഇന്ത്യൻ നേവിയിലാണ് ഇതുള്ളത്? അല്ല, അത് ഈ ട്രഡീഷൻ എല്ലാ നേവിയിലും ഫോളോ ചെയ്യുന്നത്. ലോർഡ് വരുണ സൈൻ ചെയ്യുന്നത്? ലോർഡ് വരുണ ഓൺ ബിഹാഫ് ഓഫ് ലോർഡ് വരുണ കമാൻഡിംഗ് ഓഫീസർ സൈൻ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണിത്. സോ ഇത് ക്ലബ് FM ൽ എന്റെ കൂടെ ഉണ്ട്. ഹായ്, ഐ ആം അഭിലാഷ് ടോമി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ചൂസ് വൺ ഓൺ AK47. എന്റെ കൂടെ ഉണ്ട് ദ സെയിലർ അഭിലാഷ് ടോമി. ചൂസ് വൺ. ഏതാ ഭംഗി, കര കടൽ? വൈ? ഇറ്റ്സ് വെരി ഓണസ്റ്റ്. ഇറ്റ്സ് വെരി ഓണസ്റ്റ്. യെസ്. മീൻസ് കടലിൽ നമുക്ക് മിസ്റ്റേക്ക് ചെയ്തിട്ട് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. സീ വിൽ ഇമ്മീഡിയറ്റ്ലി ടെൽ യു വേർ യു ആർ റോങ്. എക്സാമ്പിൾ പറയൂ. അതായത് ഒരു പ്രാവശ്യം ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു, 120 കോടിയുടെ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ വൈ ഓൺലി 2 people ഹാവ് സർക്കംനാവിഗേറ്റഡ്. വാവ്, ടെൽ മീ. 120 കോടി ജനമുള്ള ഈ രാജ്യത്ത് 2 പേര് മാത്രമേ ഇതുവരെ ലോകം പായക്കപ്പലിൽ ചുറ്റിയിട്ടുള്ളൂ. ഐ ഗിവ് ദി ആൻസർ. ഞാൻ പറഞ്ഞു, ബിക്കോസ് ദ സീ ഡസ് നോട്ട് അക്സെപ്റ്റ് ബ്രൈബ്സ്. എന്നുവെച്ചാൽ നമുക്ക് കടലിൽ നിന്ന് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കാൻ പറ്റത്തില്ല. ചെയ്തെങ്കിൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല. അപ്പോൾ കടലിൽ എന്നേലും പ്രശ്നം വന്നാൽ യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. യു കാൻ പോസ്റ്റ്പോൺ ഇറ്റ്. യു കാൻ ടെൽ യുവർ സെൽഫ് ഇല്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അങ്ങനെ നടക്കത്തില്ല. യു ഹാവ് ടു ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. കരയ്ക്ക് വന്നാൽ യു ക്യാൻ പോസ്റ്റ്പോൺ, യു ക്യാൻ ഡു ദിസ്, പിന്നെ വേറെ വല്ലവരും ബ്ലെയിം ചെയ്യാം, അതൊക്കെ ചെയ്യാം. കടലിൽ ഒറ്റയ്ക്കാണെങ്കിൽ യു കാൻ ബ്ലെയിം എനിബഡി എൽസ്. വാവ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ആൻസർ. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻസേഴ്സ് ദാറ്റ് ഐ ഹാവ് എവർ ഹേർഡ്. ലോകം ചുറ്റാൻ എന്ത് വേണം? ധൈര്യം, ചങ്കൂറ്റം. ബോട്ട്. ഇത് രണ്ടല്ല, ബോട്ട് വേണം. പിന്നെ ബാക്കിയെല്ലാം വരും. ധൈര്യവും ചങ്കൂറ്റവും എല്ലാം വരും. കടലിൽ ചുറ്റണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് അഡ്വഞ്ചർ, ആങ്സൈറ്റി. Adventure. What is the difference? Anxiety എന്ന് വെച്ചാൽ you are already looking at the problems that you are going to face. Adventure, you are already looking at the problems but in a very positive way. Fantastic. കടലിൽ നിന്ന് കര കാണാൻ, കരയിൽ നിന്ന് കടൽ കാണാൻ ഏതാ കൂടുതൽ ഭംഗി? കരയിൽ നിന്ന് കടൽ കാണാൻ. ആണോ? You have a longing. You have a longing when you see the sea from shore. But when you see the shore from the sea. കടലിൽ നിന്ന് കര കാണുമ്പോൾ. കടലിൽ നിന്ന് കര കാണുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് ഒറ്റയ്ക്ക് കടലിൽ പോയി ജീവിക്കൂ. അത് നല്ലൊരു ശിക്ഷ കേട്ടോ. ലോകത്തിൽ ഏറ്റവും ആദ്യം ലോകം ചുറ്റിക്കറങ്ങിയ ആള് സർ റോബിൻ നോക്സ് ജോൺസൺ. അങ്ങനെ ഇത് തന്നെയാ പറഞ്ഞത്, വല്ലവരെയും നേരെ ആക്കണമെങ്കിൽ അവനെ ഒറ്റയ്ക്ക് കടലിലൊരു ബോട്ടിലിട്ട് ലോകം ചുറ്റിക്കറങ്ങാൻ പറഞ്ഞാൽ മതി എന്ന്. അയാളൊരു ദേഴ്സ് എ കറക്ഷൻ ദാറ്റ് ഹാപ്പൻസ്. കുറെ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യും, കുറെ ഓണസ്റ്റി ഡെവലപ്പ് ചെയ്യും, ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. പിന്നെ തിരിച്ചു വന്നിട്ട് അയാൾക്ക് ഇങ്ങനെ ഈ തെറ്റും കുറ്റമൊക്കെ ചെയ്യണമെന്നൊരു ഇത് കാണത്തില്ല. പിന്നെ സൂപ്പർ. That's Abhilash Tommy, a great Malayali with me on Star Jam. 10 കണക്കിന് ഫൺ. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. റൈറ്റ് നൗ ഐ ഹാവ് വിത്ത് മീ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ധീരൻ അഭിലാഷ് ടോമി ഓൺ സ്റ്റാർ ജാം. ലൈഫിൽ എല്ലാവരും സാഹസികരായിരിക്കണം. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എല്ലാവരുടെയും ലൈഫിൽ കുറെ പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസ് നേരിടാനായിട്ട് യു നീഡ് ടു ബി ബ്രേവ്. യു നീഡ് ടു ഷോ ദാറ്റ് കറേജ്. ഇത്തരം സാഹസികതകൾ ഒരിക്കലെങ്കിലും കാണിക്കണം. കടലിൽ ചുറ്റുക, ലോകം ചുറ്റുക, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, സംതിങ്. യെസ്, അഡ്വഞ്ചർ ഇൻ എ സ്മോൾ ഓർ ബിഗ് വേ യു ഷുഡ് മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അങ്ങനെ ചെയ്യാത്തവരുടെ എന്താ പറയാ? ഞാൻ പറയുന്നത് ദേ നോട്ട് ലിവിംഗ് ദെയർ ലൈഫ് ടു ദെയർ ഫുൾ. ഉലകം മുഴുവനും ഒറ്റയ്ക്ക് പായക്കപ്പലിൽ ചുറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എന്താ പറഞ്ഞു? നിനക്ക് കിർക്കാണോ? നിനക്ക് പ്ലെയിൻ പറപ്പിച്ചാൽ പോരെ? നീ
നീ പൈലറ്റ് അല്ലേ, നീ എന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, തിരിച്ചു വരുമല്ലോ എന്നൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഞാൻ ഒന്നും കേട്ടില്ല, കേട്ട മട്ടുപോലും കാണിച്ചില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. ട്രൂ ഫാൾസ്? ട്രൂ. കുറെ പേര് ഇങ്ങനത്തെ വോയേജ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 1968 ഏറ്റവും ആദ്യം ഒരാൾ അറ്റംപ്റ്റ് ചെയ്ത ഒരു ഡൊണാൾഡ് ക്രൗവേസ്റ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ഒരാളുണ്ടായിരുന്നു. ഹി കമ്മിറ്റഡ് സൂസൈഡ്. Why? He couldn't cope up with the solitude. കപ്പലിൽ വെച്ച് തന്നെ? ബോട്ടിൽ നിന്ന് he jumped out and he committed suicide. ലോകം ചുറ്റുന്ന ബോട്ട്, ഈ ഒരു ഓഷൻ ക്രോസ് ചെയ്യാൻ ട്രെയിൻ ആൾക്കാർ തന്നെ ഓഷൻ ക്രോസ് ചെയ്ത് അടുത്ത സിറ്റിയിൽ എത്തുമ്പോൾ അവരെ പോയി മെന്റൽ അസൈലമിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബുക്ക് ഞാനും എഴുതും ഈ യാത്രയെക്കുറിച്ച്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. അടുത്തൊരു 5-6 മാസത്തിനകത്ത് അത് പബ്ലിഷ് ആകണം. കടലിലിരുന്ന് എഴുതുമായിരുന്നു ആ സമയത്ത്? കടലിലിരുന്ന് എഴുതിയായിരുന്നു. എൻ്റെ എല്ലാ തോട്ട്സും ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. പക്ഷേ റെക്കോർഡർ വെച്ചിട്ട്? റെക്കോർഡ് വെച്ചല്ല, എഴുതുമായിരുന്നു, എഴുതി റെക്കോർഡ് ചെയ്തായിരുന്നു. തിരിച്ചു വരുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഞാൻ എടുത്ത് കളഞ്ഞ ഡയറി. കടലിൽ കളഞ്ഞോ? കടലിൽ കളഞ്ഞു. You know what happens? What happens at sea must stay at sea. And it had my innermost thoughts, you know, the dreams that I saw, the exact feelings that I felt. ആ ഡയറി ഞാൻ കരയ്ക്ക് കൊണ്ടുവന്ന. I was afraid that it would not remain safe. ഓൾറെഡി കുറേ ജേർണലിസ്റ്റിൻ്റെ പുറകെ കൂടിയായിരുന്നു. അത് എനിക്കൊന്ന് വായിക്കാൻ തരാമോ, ഒന്ന് വിൽക്കാവോ. ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് സേഫ്റ്റി. ഒരുപാട് സിനിമാക്കാരും പത്രക്കാരും എന്റെ കഥ ചോദിച്ച് പുറകെ നടന്നു. ഫോൾസ്. സിനിമക്കാർ ചോദിച്ചില്ല, പക്ഷെ പത്രക്കാർ ചോദിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത് സിനിമയാക്കി മാറ്റാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന്. ഒരു ക്യാരക്ടർ കാണും, ഒരു ബോട്ട് കാണും, പിന്നെ ഒരു ഡയലോഗ് പോലും ഇല്ല. ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ സെയിലർ അഭിലാഷ് ടോമിയുടെ കൂടെ ഷാൻ ഹാവ് ടൺ കണക്കിന് ഫൺ. കടലിനെ കുറിച്ച് ചോദിക്കാൻ 1000 സംശയങ്ങളുണ്ട്. റൈറ്റ് നൗ ലൈഫ് ഓഫ് അഭിലാഷ് ടോമിയാണ് ഞാൻ ഡിസ്കവർ ചെയ്യാൻ പോണെ. ആൻഡ് ഐ എം ഷാൻ വിത്ത് യു. കൂടെ ഉള്ളത് അഭിലാഷ് ടോമി. 1000 സംശയമുണ്ട്. ചോദിച്ചോളൂ. നടുക്കടലിൽ തിമിംഗലത്തിനെ കണ്ടു? അത് വന്ന് ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചില്ല. ഒരെണ്ണം എന്റെ പുറകെ കൂടിയായിരുന്നു. ഒരു പുറകെ കൂടിയായിരുന്നു. എന്നിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പുറകിലായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഐ കണ്ടിന്യൂ റെക്കോർഡിങ്. അല്ല, അതൊന്ന് സൈഡിൽ കൂടെ പോയാൽ മതിയല്ലോ പായക്കപ്പലും അറിയാനായിട്ടല്ലേ? ഇത്ര അടുത്ത് കാണുമ്പോൾ ഒരു പേടിയുണ്ട്. കാരണം വെച്ചാൽ തിമിംഗലത്തിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊടുങ്കാറ്റ് വന്നാൽ വി ക്യാൻ ഡു സംതിങ്. പക്ഷേ തിമിംഗലത്തിന് ഇത്ര അടുത്ത് കണ്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വന്നൊന്ന് തുമ്മുകയോ എല്ലാം ചെയ്താൽ നമ്മുടെ വോയേജ് കഴിഞ്ഞ്. ശ്രീലങ്ക ക്രോസ് ചെയ്തപ്പോൾ കുറെ തിമിംഗലം കണ്ട്. സ്പീൽബർഗ് മൂവിയിൽ കാണുന്ന പോലെ, ജോസിലെ കാണുന്ന പോലെ ഷാർക്ക് തിമിംഗലമൊക്കെ വെള്ളത്തിലൂടെ 100 മീറ്റർ റേസിന് ഓടുന്ന പോലെ എന്ന് പറഞ്ഞു വരിക, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ മൂവീസിലേ ഉള്ളൂ. നടുക്കടലിൽ ചാടിയോ? ഇല്ല. ചാടണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചാടിയില്ല. ഇറ്റ്സ് ഫൂളിഷ് ജസ്റ്റ് ടു ജംപ് ഔട്ട് ലൈക്ക് ദാറ്റ്. ഏതെങ്കിലും ഒരു ടൈമിൽ ലൈഫ് ഓഫ് പൈലെ കാണുന്ന പോലെ ഇതോടുകൂടി അവസാനിച്ചു എന്റെ യാത്ര, ഐ ആം ഡൺ, ഐ ആം ഓവർ, ഐ ആം ഡെഡ് എന്ന് തോന്നിയ സ്പോട്ട് ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ്. ഈ ലൈഫ് ഓഫ് പൈൽ ഷിപ്പ് മുങ്ങിയ ഒരു സീൻ കാണിക്കത്തില്ല അവര്, അങ്ങനത്തെ ഒരു കൊടുങ്കാറ്റിൽ കൂടെ ഞാൻ പോയായിരുന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റൗണ്ട് ചെയ്യുന്നത് 19 ഫെബ്രുവരി 2013. അന്ന് അത്രയും കാറ്റ് വന്ന്, അത്രയും തിര വന്ന്, എന്റെ ഒരു സെയിൽ പറഞ്ഞിട്ട് മാസ്റ്റിനെ ഷെയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്ത് മാസ്റ്റ് പറഞ്ഞു പോകുന്നു. എന്ത് ഷെയ്ക്കാൻ തുടങ്ങി? മാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ടണ്ണിന്റെ ഒരു അലൂമിനിയം പീസാണ്. അതിലാണ് ഈ സെയിൽ കെട്ടുന്നത്, നമ്മള് പായ കെട്ടുന്നത്. അപ്പൊ അത് ഷെയ്ക്കാൻ തുടങ്ങി. ഞാൻ ഓർത്ത് ആ മാസ്റ്റ് പറഞ്ഞു പോയിരിക്കുന്നു, ബോട്ട് ഡിസ്മാസ്റ്റ് ആവുമെന്ന് ഓർത്തായിരുന്നു. ലക്കിലി ഞാൻ ആ സെയിലിനെ അങ്ങ് തുറന്നു വിട്ട് അതൊരു ഫ്ലാഗിനെ പോലെ ഫ്ലട്ടർ ചെയ്ത് കീറിപ്പോയി. പക്ഷെ മാസ്റ്റിനൊന്നും പറ്റിയില്ല. ആ ദിവസം യു ആർ ഡെഡ് എന്ന് വിചാരിച്ചു? ഞാൻ ഓർത്ത് ആ വോയേജ് അന്നുകൊണ്ട് തീരുമെന്നാണ് ഞാൻ ഓർത്തത്. ഇനി ഞാൻ അഭിലാഷ് ടോമിയുടെ ചോദിക്കാൻ പോകുന്നത്, കടലിൽ ബർമുഡ ട്രയാങ്കിൾ ഉണ്ടോ? എപ്പോഴെങ്കിലും അഭിലാഷ് ടോമിയുടെ കപ്പൽ ബർമുഡ ട്രയാങ്കിൾ കണ്ടോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി ദേർ വിത്ത് us on സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. ഒരു കടലോളം ചോദ്യങ്ങളുമായി ഐ എം ഷാൻ വിത്ത് യു. കൂടെ ഉള്ളത് അഭിലാഷ് ടോമി, ലോകം കടലിലൂടെ ചുറ്റിക്കണ്ട മലയാളി. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. താങ്ക് യു. കടലിൽ ബർമുഡ ട്രയാങ്കിൾ ഉണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട്. അതുവഴിയാണോ പോയത്? അല്ല, കുറെ സ്പേസ് കൊടുത്ത്, കുറെ റെസ്പെക്ട് കൊടുത്തിട്ടാ പോയത്. അതുവഴി പോകാനുള്ള ധൈര്യം ഉണ്ടോ? പോകുന്നതിന് കുഴപ്പമില്ല. പിന്നെ അഭിലാഷ് ടോമി പോയിട്ടുള്ള ഓഷ്യൻസിന്റെ പേര് പറയൂ. ഞാൻ തുടങ്ങിയത് ഇന്ത്യൻ ഓഷ്യനിലാണ്. അവിടുന്ന് ക്രോസ് ചെയ്തിട്ട് സൗത്ത് പസഫിക്കിലോട്ട് കയറി, പിന്നെ സൗത്ത് അറ്റ്ലാന്റിക്കിലോട്ട് കയറി, പിന്നെ തിരിച്ച് ഇന്ത്യൻ ഓഷ്യനിലോട്ട് വന്നു. ഈ ഇന്ത്യ, ചൈന, ജപ്പാൻ എന്നൊക്കെ പറയുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവോ ഇത് ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഇത് സൗത്ത് പസഫിക് ആണ്? ഇല്ല, അവിടെ ആൾക്കാരില്ലല്ലോ. സോ ഇന്ത്യൻ ചൈനയുടെയും വ്യത്യാസം, ആൾക്കാരെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. പേടി ഉണ്ടായിരുന്നില്ല? ഇല്ല, പേടി ഒട്ടും ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് ലോകം ചുറ്റണം? ഒട്ടും പേടിയില്ല. ഒരിടത്ത് നിർത്തരുത്. തിമിംഗലം വന്നാലോ? തിമിംഗലം വന്നാൽ വർത്താനം പറയാം അതിന്റെ കൂടെ. ജീവിതത്തെ റിസ്കിലാക്കി ജീവിക്കണം, അതാണ് ശരി. ട്രൂ ഓർ ഫാൾസ്? ട്രൂ, ബട്ട് കാൽക്കുലേറ്റഡ് റിസ്ക്. എല്ലാവർക്കും തോന്നുന്നത് ഇത് ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ബോട്ടിൽ കയറി ലോകം ചുറ്റി ഇറങ്ങി വന്നതാണ്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കൊല്ലം ബോട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു, എന്നെയും പ്രിപ്പയർ ചെയ്തായിരുന്നു. ഇത്രയും കാൽക്കുലേഷൻസ്
ഡിസിഷൻസ് കഴിഞ്ഞിട്ടാണ് ഈ വലിയൊരു റിസ്ക് എടുത്തത്. ലൈഫ് ഓഫ് പൈ വന്നപ്പോഴാണ് കുറെ എന്റെ ഫ്രണ്ട്സിന് മനസ്സിലായി ഞാൻ എന്നാ ചെയ്യുന്നത്. അല്ലാതെ അവരെല്ലാം ഓർത്ത് മൈ പ്രോബ്ലം വാസ് ഓഫ് ബീങ് അലോൺ അറ്റ് സീ. ഇന്ന് ലൈഫ് ഓഫ് പൈ അല്ല, ലൈഫ് ഓഫ് അഭിലാഷ് ടോമിയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോണേ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം, ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഇന്ന് ലൈഫ് ഓഫ് പൈ അല്ല, ലൈഫ് ഓഫ് അഭിലാഷ് ടോമിയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോണേ ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം. ടൈറ്റാനിക് കപ്പലിനെ പോലെ ഏതെങ്കിലും ഐസ്ബർഗിനെ കണ്ടോ? അയ്യോ, ഞാൻ കേപ്പ് ഹോൺ റൗണ്ടിന് സമയത്ത് there was a real threat of seeing an iceberg. Luckily, no. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? I was at 58 degrees south. 58 degrees south is really south. അവിടെ കുറെ ഐസ്ബർഗ്സ് ഇൻഫെസ്റ്റഡ് ഏരിയ ആണ്. ഐസ്ബർഗ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റഡാറിൽ അതിനെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദ ബിഗർ പാർട്ട് ഇസ് അണ്ടർ വാട്ടർ. അപ്പോൾ ദി ഓൺലി വേ യു ക്യാൻ ഡിറ്റക്ട് an iceberg is by seeing it. അപ്പോൾ രാത്രിയും പകലും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഐസ്ബർഗിനെ കാണാൻ കിട്ടുമോ. ടൈറ്റാനിക് ആവോ ഇല്ലയോ? Yes, exactly. എന്നിട്ട് that was a very stressful period. ഇമാജിൻ ഐസ്ബർഗ് കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇമീഡിയറ്റ്ലി ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ട് ബോട്ടിനെ വേറെ വല്ല ഡയറക്ഷനിലും കൊണ്ടുപോയി. യു ഹാവ് ടു അവോയ്ഡ് ഇറ്റ്. യു കാൻറ്റ് ഡു എനിത്തിങ് എൽസ്. കടലിന് ഉള്ളില് അത്ഭുതങ്ങൾ വല്ലതും കണ്ടോ? ലൈഫ് ഓഫ് പൈനെ പോലെയോ അല്ലെങ്കിൽ മാജിക്കൽ ആണ് കടലിന് തോന്നിയ അത്ഭുതങ്ങൾ? ഒരു പ്രാവശ്യം ഞങ്ങൾ ഡിയേഗോ ഗാർഷ്യ ക്രോസ് ചെയ്യുമായിരുന്നു. ഡിയോഗോ ഗാർഷ്യ അതൊരു ഐലൻഡ് ഇന്ത്യൻ ഓഷന്. അത് ക്രോസ് ചെയ്യുന്നത് രാത്രിക്ക് 2 ഡോൾഫിൻ ബോട്ടിന്റെ മുന്നിൽ വന്ന് സ്വിം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവിടെ ബയോലൂമിനിസൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഈ വെയ്ക്കില്ല, ഇവരുടെ ഈ പുറയിലുള്ള ഫ്ലോറസിൻ ഗ്രീൻ കളറിൽ ഗ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ 2 ഡ്രാഗൺ ഇങ്ങനെ ബോട്ടിന്റെ മുന്നിൽ ക്രിസ് ക്രോസ് ചെയ്ത് സ്വിം ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. സൂപ്പർ. ആൻഡ് ലൈഫ് ഓഫ് പൈൽ കണ്ട എന്തൊക്കെ സീക്വൻസസ് നടന്നിട്ടുണ്ട്? മീനുകൾ പറന്ന് മീനുകൾ ഈ ട്രോപ്പിക്കൽ വാട്ടേഴ്സ് മീനുകൾ എല്ലാ ദിവസം പറന്ന് ബോട്ടിൽ വന്ന് വീഴുമായിരുന്നു. അപ്പൊ മീൻ പിടിക്കണ്ട അല്ലേ? മീൻ പിടിക്കണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ വെറുതെ എടുത്ത് കുക്ക് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്തോ? ഇല്ല. അതുപോലെ പിന്നെ എന്തൊക്കെയായിരുന്നു? ഗ്ലോയിങ് സീസ് കണ്ടു, വെയിലിനെ കണ്ടു, ഫ്ലൈയിങ് ഫിഷ് കണ്ടു, അങ്ങനത്തെ കൊടുങ്കാറ്റ് കണ്ടു. പിന്നെ തിരിച്ചു വന്നപ്പം ഞാൻ റിച്ചർഡ് പാർക്കറിനെ പോലെ ആയി. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, കാസ്റ്റവേ എന്നുള്ള സിനിമയില് നായകന്റെ കൂട്ടുകാരൻ ഒരു ഫുട്ബോളായിരുന്നു. ലൈഫ് ഓഫ് പൈല് ഒരു കടുവയായിരുന്നു. അഭിലാഷ് ടോമിക്ക് ആരായിരുന്നു? എത്ര ദിവസമായിരുന്നു? 150 ദിവസം. ഈ 150 ദിവസം ഒരാളോടും മിണ്ടാണ്ട് ഒറ്റയ്ക്ക് കടലിൽ യാത്ര ചെയ്യുമ്പോൾ ആരായിരുന്നു കൂട്ടുകാരൻ? എന്റെ ബ്രദർ ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ചെറിയ റഗ്ബി ബോൾ അയച്ചായിരുന്നു. അപ്പൊ അതായിരുന്നു എന്റെ കൂട്ട്. എപ്പോ എവിടെ കിടന്നാലും അതിന്റെ കൈ കാണും, തലയുടെ താഴെ വെച്ച് ഉറങ്ങുമായിരുന്നു. സംസാരിക്കുമായിരുന്നു അതിനോട്? സംസാരിക്കത്തില്ലായിരുന്നു, പക്ഷെ ദേഷ്യം ഒന്നും എടുത്ത് എറിയുമായിരുന്നു. സോ ഇത് ക്ലബ് FM എന്റെ കൂടെ ഉണ്ട്. ഹായ്, ഐ എം അഭിലാഷ് ടോമി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. I had a fun time. I had a great time. Super interview, life changing, eye opener ഒക്കെയാണ് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ദ മാസ്റ്റർ ബ്ലാസ്റ്റർ, ദ സൂപ്പർ സ്റ്റാർ, ദ സൂപ്പർ ഹീറോ എന്നൊക്കെ ഞാൻ വിളിക്കും. ആൻഡ് ഹി ഈസ് അഭിലാഷ് ടോമി, ലോകം പായക്കപ്പലിൽ ചുറ്റി വന്ന മലയാളി. ഹൗ ഡു യു ഫീൽ നൗ? ഈ വോയേജിന് ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. തിരിച്ചു വന്നപ്പം മലയാളികൾ ഇത്രയും ഒരു അക്സെപ്റ്റ് ചെയ്ത കേട്ട ഒരു വോയേജ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ബട്ട് ഇറ്റ് ഗോസ് ഓൺ ടു ഷോ ദാറ്റ് വി ആർ എ വെരി എഡ്യൂക്കേറ്റഡ് ആൻഡ് ലിറ്ററേറ്റ് പീപ്പിൾ. 5 മാസത്തെ വോയേജിനകത്ത് ഫേസ്ബുക്ക് ഫാൻ പേജിൽ തന്നെ 1,00,000 ആൾക്കാരാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ എവിടെ പോയാലും എവിടെ ലെക്ചർ കൊടുത്താലും they all tell me that it's been a truly inspiring voyage and truly inspiring talk. 3 words finally, 3 വാക്കുകൾ which made you complete this mission. Blessings, attitude, support. 3 words which made you choose this mission. Love for the sea, love for solitude and love of adventure. And 3 words which will make you Abhilash Tommy. Pilot, sailor, soldier. Pilot, sailor, soldier. Hats off to you, sir. Thank you very much. Great talking to you. So 3 hours of interview. Now what do you feel being a star on Starja? Exhausted. I've not spoken so much. It was a fantastic interview. I don't think anybody has asked such kind of questions to me before. Very, very interesting. ഇന്ത്യയിലെ എല്ലാ റേഡിയോ സ്റ്റേഷൻസിലും ഐ തിങ്ക് ഇന്ത്യയിലെ പല റേഡിയോ സ്റ്റേഷൻസിലും പോയിട്ടുണ്ട്. ഇന്ത്യയിലെ പല TV ചാനൽസിലും പോയിട്ടുണ്ട്. ഇത് സാഗർ പരിക്രമ, സോളോ സർക്കംനാവിഗേഷൻ, ഇതെല്ലാം it's been discussed so much in the press. You really wonder ഈ പ്രാവശ്യം എന്നായിരിക്കും പുതിയ ചോദിക്കാൻ പോകുന്നത്, because there's nothing new to ask, but you've done a fantastic job. Yay. And you have done a fantastic job in the sea. I have done a fantastic job on the air. Really you have. കടലിനെ പ്രേമിക്കുന്ന ന്യൂ ജനറേഷൻ പരീക്കുട്ടിക്ക് എന്റെ അഭിവാദ്യങ്ങൾ. Thank you very, very much. ടൺ കണക്കിന് ഫൺ. ടൺ കണക്കിന് ഫൺ.